ഹായ് ഫ്രണ്ട്സ്, ആൻഡ്രോ ക്രിയേഷൻസിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇത് റെഡ്മി 9A എന്ന് പറഞ്ഞ ഒരു ഫോണാണ്. അപ്പോൾ ഇത് കസ്റ്റമർ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നത് ഇത് നമ്മുടെ സ്ക്രീൻ ഓൺ ആക്കുന്ന സമയത്ത്, ഫോണിൻ്റെ സ്ക്രീൻ ഓൺ ആക്കുന്ന സമയത്ത് എപ്പോൾ പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻ ഓൺ ആക്കാൻ ശ്രമിച്ചാലും ഇതിൽ ഡോണ്ട് കവർ ദ ഇയർഫോൺ ഏരിയ ടു ടേൺ ഓഫ് ദിസ് ഫീച്ചർ വോളിയം അപ്പ് ബട്ടൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ പറയുന്നുണ്ട് ഇത് ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടി വോളിയം അപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ വോളിയം അപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഓഫ് ആവുന്നുണ്ട്. നമുക്ക് സ്ക്രീനിൽ ലോക്ക് ചെയ്യേണ്ട ഓപ്ഷനും എല്ലാം വരുന്നുണ്ട്. സ്ക്രീൻ നമുക്ക് ഫോൺ ഉപയോഗിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മൾ എപ്പോൾ സ്ക്രീൻ ഓഫായിട്ട് നമ്മൾ ഓൺ ആക്കുന്ന സമയത്തും ഈ ഒരു കാര്യം തന്നെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കസ്റ്റമർക്ക് ഒരു അരോചകമായി തോന്നുന്നു. എപ്പോഴെപ്പോഴും ഞാൻ ചെയ്യേണ്ടി വരുന്നു, ഇതെന്താണ് പ്രോബ്ലംസ്, ഇതൊന്ന് മാറ്റിത്തരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പലർക്കും ഈ ഒരു പ്രോബ്ലംസ് വന്നിട്ടുണ്ടാകും. ഇത് മിക്കവാറും ഒക്കെ റെഡ്മി ഫോണുകൾ, ഷിയോമി ഫോണുകൾക്കൊക്കെ ഈ ഒരു പ്രോബ്ലംസ് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. ഇത് ഒരു കംപ്ലൈൻ്റ് അല്ല, ഇതൊരു പോക്കറ്റ് മോഡ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് ആണ്. ഫോണിൽ വരുന്ന ഒരു സെറ്റിംഗ്സ് ആണ് പോക്കറ്റ് മോഡ്. നമ്മുടെ ഫോൺ എടുത്ത് നമ്മൾ പോക്കറ്റിലേക്ക് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ ഓൺ ആയിട്ട് ടച്ചും മറ്റു കാര്യങ്ങൾക്ക് വർക്ക് ആവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റിംഗ്സ് ആണിത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പോക്കറ്റ് മോഡ് ഓൺ ആക്കാതെ തന്നെ ചിലപ്പോൾ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ടും ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ ഓക്കെ, എന്തായാലും മിക്കവാറും ഇത് സെറ്റിംഗ് സംബന്ധമായിട്ട് ഇഷ്യൂസ് കൊണ്ട് സംഭവിച്ച ഒരു കാര്യമാണ്. നമുക്ക് സെറ്റിംഗ്സ് പോയി തന്നെ നമുക്കത് സെറ്റ് ചെയ്ത് നമുക്കത് റെഡിയാക്കാൻ സാധിക്കും. വേറെ ഒന്നും തന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എന്താണ് നമ്മൾ ആ സെറ്റിംഗ്സിൽ പോയി എന്താണ് ഓഫ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിലേക്ക് നമ്മൾ പോവുക. ഓക്കെ, ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക. ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം സെറ്റിംഗ്സിൽ നിങ്ങൾ സെർച്ച് ഓപ്ഷൻ, ഇവിടെ സെർച്ച് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ പോക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, പോക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആയിട്ട് ഒന്നും വന്നില്ലേ? ഓക്കെ, കുഴപ്പമില്ല. പോക്കറ്റ് എന്ന് പറഞ്ഞ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്ന് കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പോക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ പോക്കറ്റ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതിന് കാണാൻ സാധിക്കും. കണ്ടോ, പോക്കറ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ഒരു പോക്കറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. പോക്കറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ താഴോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ നിങ്ങൾക്ക് അത് ഓണായി കിടക്കുന്നുണ്ടാവും. പോക്കറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓണായി കിടക്കുന്നുണ്ടാവും. ജസ്റ്റ് നിങ്ങളൊന്ന് ഓഫ് ചെയ്തെടുക്കുക. ഈ പോക്കറ്റ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓഫ് ചെയ്തെടുക്കുക. ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്തിട്ട് വീണ്ടും പവർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കുമ്പോഴത്തേക്കും ഈ ഒരു സെറ്റിംഗ്സിലേക്ക് വരത്തില്ല. ആ ഒരു ഇയർഫോണിൻ്റെ ആ ഒരു പ്രോബ്ലംസിനെ കുറിച്ച്, അല്ല ഇയർഫോൺ ഏരിയ കവേർഡ് എന്ന് പറഞ്ഞ ആ ഒരു ഇഷ്യൂസ് വരത്തില്ല. നിങ്ങളുടെ ഫോണിൽ വീണ്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ, ഈ പോക്കറ്റ് മോഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങൾക്കത് ഓൺ ആക്കാൻ സാധിക്കും. വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, പലരും ഈ ഒരു ഇഷ്യൂസ് കൊണ്ട് നമ്മുടെ മുന്നിൽ കൊണ്ടുവരാറുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിലും ഈ ഒരു ഇഷ്യൂസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ഇയർഫോൺ ഏരിയ കവേർഡ് എന്ന് പറഞ്ഞ ഇഷ്യൂസ് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രോബ്ലംസിനെ കുറിച്ച് ഒരു സെറ്റ് വന്നപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് തന്നെ വീഡിയോ ഇടാൻ തീരുമാനിച്ചു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.